ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് മദീന മാൾക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു സർപ്രൈസും ഉണ്ട്. അതാണ് കേട്ടോ സർപ്രൈസ് പറയുന്നത് ഫിനിമോൾക്കാണ് കേട്ടോ. അവളോട് ഒരു കാര്യം പറയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു റിവീൽ ചെയ്യണ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. വീഡിയോ കൂടെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പോകുന്ന സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. ഒന്നും എന്താണെന്നറിയില്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രക്കുകളൊക്കെ ഇറങ്ങുന്ന സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ മദീന മാളിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ സാധാരണ സാധനം വാങ്ങാനായിട്ട് വരുന്നത് ഇവിടെയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ വരില്ല കേട്ടോ. അപ്പോൾ മദീന മാൾക്ക് വരുന്നതും മദീന മാളിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ. ഇത് നമ്മൾ ചെറിയൊരു സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് മദീന മാളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് മക്കൾക്ക് കളിക്കാൻ പറ്റിയൊരു സാധനം ഇട്ടത്. ഒരു റിയാലിൻ്റെ ഒരു കോയിൻ ഇട്ട് കൊടുത്ത് അതിങ്ങനെ ഇങ്ങനെ ഒരു ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. നല്ല രസമാണ്, ആ മക്കൾക്ക് രസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇത് ഞങ്ങളെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയും കൂടെ പോന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ സർപ്രൈസ് പറഞ്ഞത്. ഫിനിമോളെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ 1 ഇയറായിട്ട് നാട്ടിലായിരുന്നു. ഇപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ. വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അവരെ കാണിക്കാത്ത എന്താ വെച്ചാൽ പിന്നെ നമ്മൾ അവരെ വല്ലാതെ വീഡിയോയിൽ കാണിക്കാത്തത് അവർ പെർമിഷൻ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ, ഡീറ്റെയിൽ ആയിട്ട് അവരെ കാണിക്കേണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. സർപ്രൈസ് എന്നൊക്കെ കേട്ടപ്പോൾ വലിയ സർപ്രൈസ് അങ്ങനെയൊന്നുമല്ല. ഫിനിമോളോട് അവർ നാട്ടിൽ നിന്ന് എത്തിയ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പറഞ്ഞാൽ പിന്നെ അവിടേക്ക് പോവല്ലേ, അവരെ കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രയും തിക്ക് ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാണാൻ പോകുമ്പോൾ അപ്പോൾ പറയാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പിന്നെ ഏതായാലും അങ്ങനെ നിൽക്കട്ടെ, കാണുമ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പറയാവുന്നത്. അപ്പോൾ അവരും സാധനങ്ങൾ വാങ്ങാനായിട്ട് മദീന മാൾക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന അവിടെ തന്നെ ആയിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പം അവർ വേറെ മലാസ് പറഞ്ഞ വേറെ സ്ഥലത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അവിടെയാണ് അവരുടെ റൂം. അതുകൊണ്ട് തന്നെ ഇവർ വന്നതും ഇതാക്കിയൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ടാണ് അവൾ അവിടെ വന്നപ്പോൾ തന്നെ എന്താ മോൾക്ക് കയറുക, ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നിൽക്ക്, പിന്നെ ബാഷിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും വരുന്നുണ്ട്, അപ്പോൾ അവരെ കണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് അവൾ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ്. പിന്നെ ഷോർട്സ് ഉണ്ടായിരുന്നു അവർ വരുന്നതും തമ്മിൽ കാണുന്നതൊക്കെ. പെട്ടെന്ന് കണ്ടപ്പോൾ ഫിലിമോൾ അയ്യോ എന്നും പറഞ്ഞാണ്ട് ഹണി സോണി എന്നിട്ട് അവരെ വിളിക്കല്. അപ്പം അയ്യോ ഹണി സോണി പറഞ്ഞാണ്ട് ഓടിച്ചെന്നു. പിന്നെ അവർ പെട്ടെന്ന് കണ്ടപ്പോൾ ബാഗൊക്കെ അവൾ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് നല്ല സന്തോഷത്തിലായിരുന്നു ഫിലിമോക്ക്. പിന്നെ ആകെ ഒരു ഷോക്കായിരുന്നു. അങ്ങനെ എന്താണ് അവരെവിടെ എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. ഏതായാലും ചെറിയ കുഞ്ഞു സർപ്രൈസാണ്, എന്നാലും അത് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ അവിടുന്ന് പോന്നപ്പോഴേ പറയലാണ് ഇനി അവരെ റൂമിൽ പോവുക അതന്നെ പറിച്ചില്ല കേട്ടോ. മദീന മാളിൽ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അനിയൻ്റെ അടുത്ത് പോയി. അതിനുള്ള പതിവുള്ള കാര്യമാണ് അവിടെ പോയിട്ടോ. വന്നിട്ടില്ലടാ. എപ്പോൾ അവൻ്റെ അടുത്ത് ചെന്നാലും ഫിദമോൾ ഇതേപോലെ ഇങ്ങനെ ഒളിച്ച് നിൽക്കട്ടോ. എന്നിട്ട് അവന് വന്ന് കണ്ടുപിടിക്കും. അതൊക്കെ രസമാണ്. അപ്പോൾ അവനും അതിനനുസരിച്ച് നിൽക്കട്ടോ. അവളെ കളിപ്പിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് അവന് വരുന്ന കണ്ടുകൊണ്ട് ബാശി പറയും ഇങ്ങനെ മിനിക്കാക്ക വരുന്നുണ്ട് ഒളിച്ചെന്ന് പറയും. അപ്പോൾ അവൾ ഒളിച്ച് നിൽക്കും. അപ്പോൾ അവൻ കണ്ടുപിടിക്കും. അത് അവർക്ക് ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ അവൻ്റെ കൂടെ അവിടെ കുറച്ച് നേരം നിന്ന് സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. പിന്നെ ഒരു ഹോട്ടൽ മലബാർ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ ദോശയും സാമ്പാറും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ചേച്ചി പിന്നെ നമ്മൾ ചേച്ചിക്കും കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. ചേച്ചി ഇവിടെ നേഴ്സാണ്. ചേച്ചീൻ്റെ ഹസ്ബൻഡും മോനും ഇപ്പോൾ നാട്ടിലാണ്. പിന്നെ ചേച്ചി ഹണി റോസിൻ്റെ നാട്ടുകാരി കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതുകൊണ്ട് പിറ്റേന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ ബീഫ് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയും സിമ്പിളായി സൂപ്പർ നല്ല ടേസ്റ്റിൽ എങ്ങനെ ബീഫ് ബിരിയാണി വെക്കാമെന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ബീഫ് നല്ലോണം കഴുകിയതിന് ശേഷം മഞ്ഞളും ഉപ്പും ഗരം മസാലയും കൂടി കൂട്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി അതിന് ടൈമില്ലാന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് ചെറിയൊരു സവാള കുറച്ച് പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് മല്ലിച്ചപ്പ് ഇട്ട് നമുക്കത് ചെറിയ തീയിൽ ബീഫ് വേവുന്നതിനനുസരിച്ച് കുക്കർ വിസിലടുപ്പിച്ച് പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ബീഫിൻ്റെ പരിപാടി. കുക്കറിൽ റൈസ് ദം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അടി കട്ടിയുള്ള ഒരു ചെമ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബീഫൊക്കെ വന്നതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനൊരു ചെമ്പക്ക് ദം ചെയ്യാൻ പറ്റുന്ന ഒരു ചെമ്പക്ക് മാറ്റിയിട്ട് അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് സവാള ഇട്ടെടുക്കുക. അതിൻ്റെ മേലെ കൂടുതലായിട്ട് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് നിരത്തിയാൽ മതി. റൈസ് നിരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിക്കാക്കിയിട്ട് ഉള്ളുക്കാക്കിയിട്ട് അങ്ങനെ കുത്തി അമർത്തി നിരത്തി കൊടുക്കരുത്. അതെന്ത് കാട്ടണം, നോർമലായിട്ട് പ്രസ് ചെയ്യാതെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിരത്തി കൊടുത്താൽ മതി റൈസ്. അങ്ങനെ നോർമലായിട്ട് ഞാൻ നെയ്ച്ചോറ് ആക്കി ഉണ്ടാക്കിയേക്കാണ്, വെള്ളം വറ്റിച്ചെടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് ചോറുമ്മക്ക് നിരത്തി കൊടുത്തേക്കാണ് ബീഫിൻ്റെ മുകളിൽ. അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഗരം മസാലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റൈസിന് നല്ലൊരു കളറും നിറവും മണവും സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ ലേശം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്.